ഹലോ ഡിയർ ഫ്രണ്ട്സ്, കോട്ടയം പത്തനംതിട്ട ബോർഡറിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇത് തെക്കുങ്കൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വന്ന് കുളിക്കുന്ന ഒരു തോടാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടിങ് വയ്ക്കാമെന്ന് വെച്ചു. ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു മിനിയേച്ചർ പോലാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇവിടെ കുളിക്കാനും ഒക്കെ നല്ലൊരു വൈബാണ്. ഇത് കഴിഞ്ഞ് ഇത് ചെറിയൊരു പാർട്ടാണ് ഈ തോടിൻ്റെ. ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടെ നല്ല ചെറിയൊരു ഡാമാണ്. ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. ചെറിയൊരു യാത്രയാണ്, വളരെ ചെറിയൊരു യാത്ര. ഒരു ദിവസം കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാൻ പറ്റുന്ന ചെറിയൊരു യാത്ര. അപ്പം സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു മിനിയേച്ചറാന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇത് കണ്ടോ, ഇതൊരു ആനപ്പെണ്ണാണ്. ആക്ച്വലി കാട്ടാനയല്ല കേട്ടോ, നാട്ടാന തന്നെയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരാളുടെയാണ്. ഇവിടെ കൊണ്ട് കുളിപ്പിക്കാനൊക്കെ കൊണ്ടിരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒട്ടുപാറ ടൂറിസ്റ്റ് പ്ലേസിലാണ്. ഇത് ആലപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊന്തമ്പുഴ ഫോറസ്റ്റിൻ്റെയൊക്കെ ഇവിടെ പൊന്തമ്പുഴ ഒരു ഫോറസ്റ്റിൻ്റെ വൈബാണ് ഇവിടെ ഉള്ളത്. ഈ വഴി നമ്മളങ്ങ് നടന്ന് കയറി അങ്ങ് മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് വലിയൊരു പാറയുടെ മുകളിലോട്ടാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പക്ഷെ ഞങ്ങൾ വന്ന സമയം തെറ്റിപ്പോയി. ബിക്കോസ് നല്ല വെയിലാണ്, മഴയുടെ ചെറിയൊരു ഇതുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ മഴയുടെ സമയമായത് കാരണം കൊണ്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പഴ കിടക്കാണ്. നല്ലൊരു രസമാണ് ഇവിടെ കാണാൻ. നല്ലൊരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. എൻ്റെ കൂടെ ഉള്ളത് ജോഷിയാണ്. അപ്പോൾ ജോഷിയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. മേളിൽ ചെന്നിട്ട് നമുക്ക് കാണാം എന്താ അവിടെ ഉള്ളതെന്ന്. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു വ്യൂ കണ്ട് ആസ്വദിച്ച് അങ്ങ് നടക്കാം. കുറച്ച് ദൂരം നടക്കാനായിട്ട് പറ്റുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ. കാരണം കുറച്ച് നടക്കാനായിട്ടുണ്ട്. അങ്ങോട്ട് നടക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേറെ നടക്കാനുണ്ട്. അത്യാവശ്യം വഴിയൊക്കെ ഇതുപോലെ പാറയും വേരും ഒക്കെ നിറഞ്ഞ ഒരു വഴിയാണേ. നേച്ചറിനോട് ഒരുപാട് താല്പര്യമുള്ളവർക്കൊക്കെ ഒറ്റയ്ക്ക് വന്ന് വൈബ് ചെയ്യാനായിട്ട് നല്ല രസം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടുപാറ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല നടപ്പുണ്ട് കേട്ടോ. താഴേന്ന് ഒരു രക്ഷയില്ല. ഞങ്ങൾ വെള്ളം മനഃപൂർവ്വം എടുക്കാനാണ്. എനിക്ക് തോന്നിയില്ല ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഇട്ട് ഇത് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് താഴെ കിടപ്പുണ്ട്. ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നവർ ഇവിടെ വെറുതെ വലിച്ചെറിഞ്ഞ് പോകുന്നതാണ്. അപ്പം മാക്സിമം അത് ഒഴിവാക്കുക. ഇവിടെ കൊണ്ട് കളയല്ലേ, വേസ്റ്റ് കളയല്ലേ ദയവ് ചെയ്ത്. ഇതുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പി കിടക്കുക. അപ്പം നമ്മൾ ഈ സ്ഥലം വന്ന് കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, പോവുക, അത്ര ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിലേക്ക് കയറുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വ്യൂ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ടോപ്പിൽ വരുമ്പോൾ ഉള്ള വ്യൂ. ഇതാണ് കേട്ടോ. ഇവിടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്,
പക്ഷേ ഈ സമയമായതുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങളിവിടെ വന്നപ്പം. ഈ സമയമായതുകൊണ്ട് അത്ര വലിയ ചൂടില്ല, പാറയിലാണല്ലേ വലിയ ചൂടില്ല. ഒട്ടുപാറയിൽ ഞങ്ങളുടെ സന്ദർശനം കഴിഞ്ഞു. ഞങ്ങളിനി തിരിച്ചിറങ്ങുകയാണ്. ഫസ്റ്റ് ടൈമാണോ ഞാൻ ഞെട്ടുന്നേ. ഇവന് സൈക്കോട്ടോ സൈലന്റ് ആയിട്ട് ഒറ്റ കൊര കൊള്ളാലോ. ചൊറിഞ്ഞു മതി വാ നോക്കി. ഇനി നീ എന്നെ പേടിച്ചു നോക്കി, ഇനി ഞാൻ പേടിക്കത്തില്ല. ഊട്ടുപാറയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കയറ്റി വെക്കാനായിട്ട് ഒരു സ്പേസ് തന്ന പ്രിയപ്പെട്ട സനത് ചേച്ചിക്കും അനന്തുവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം തന്നു, ചക്ക തന്നു. വളരെയധികം സന്തോഷമുണ്ട് അവരെ കാണാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലും. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.